ജില്ലയിൽ ദളിത് സംഘടനകളുടെ ഹർത്താലിനോട് സമ്മിശ്ര പ്രതികരണം. SC/ST വിഭാഗത്തെ ജാതിയടിസ്ഥാനത്തിൽ വിഭജിച്ച ക്രീമി ലെയർ നടപ്പാക്കാനുള്ള സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ചിന്റെ വിധിക്കെതിരെ ആദിവാസി ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്ത ഭാരത് ബന്ദിന്റെ ഭാഗമായാണ് വിവിധ ദളിത് സംഘടനകൾ സംസ്ഥാന ഹർത്താൽ പ്രഖ്യാപിച്ചത്. ജില്ലയുടെ എല്ലാ മേഖലകളിലും കടകമ്പോളങ്ങൾ ഭൂരിഭാഗവും തുറന്നു പ്രവർത്തിച്ചു. ദീർഘദൂര സ്വകാര്യ ബസ് സർവീസുകളും KSRTCയും സർവീസ് നടത്തി. സർക്കാർ സ്ഥാപനങ്ങളും പ്രവർത്തിച്ചു. തോട്ടം മേഖലയെയും ഹർത്താൽ ബാധിച്ചില്ല. കട്ടപ്പനയിൽ ഹർത്താൽ അനുകൂലികൾ ഏതാനും കടകൾ അടപ്പിച്ചു. ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താലിനോട് ലോ റേഞ്ചിലും ഹൈ റേഞ്ചിലും സമ്മിശ്ര പ്രതികരണം. ദീർഘദൂര ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ടെങ്കിലും സ്വകാര്യ ബസ്സുകൾ ഭാഗികമായി മാത്രമാണ് സർവീസ് നടത്തിയത്. കടകമ്പോളങ്ങൾ ഭാഗികമായി മാത്രം അടഞ്ഞുകിടന്നു. ലോ റേഞ്ചിൽ ഹർത്താൽ ജനജീവിതത്തെ ഒട്ടും തന്നെ ബാധിച്ചില്ലെന്ന് പറയാം. ജില്ലാ ആസ്ഥാനമായ ചെറുതോണിയിലും ഹർത്താൽ പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങി. ഹർത്താൽ ദേവികുളം, അടിമാലി, മൂന്നാർ മേഖലകളെയും കാര്യമായി ബാധിച്ചില്ല. പൊതുഗതാഗതവും വ്യാപാര മേഖലയും സാധാരണ നിലയിൽ പ്രവർത്തിച്ചു. ഹർത്താൽ പീരുമേട്ടിലെ തോട്ടം മേഖലയെയും കാര്യമായി ബാധിച്ചില്ല. കടകമ്പോളങ്ങൾ എല്ലാം തന്നെ തുറന്നു. സ്വകാര്യ വാഹനങ്ങളെല്ലാം തന്നെ നിരത്തിലിറങ്ങി. ചുരുക്കം ചില സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തി. തോട്ടം മേഖലയിൽ തൊഴിലാളികൾ ഉൾപ്പെടെ ജോലി ചെയ്തു. ഉടുമ്പൻചോലയിൽ ആദ്യ മണിക്കൂറുകളിൽ കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നത് ജനങ്ങളുടെ ടൗണിലേക്കുള്ള വരവിനെ പ്രതികൂലമായി ബാധിച്ചിരുന്നു. എന്നാൽ രാവിലെ 10 മണിക്ക് ശേഷവും ഹർത്താൽ അനുകൂലികൾ പ്രകടനമോ പ്രതിഷേധമോ നടത്താതിരുന്നത് മൂലം 11 മണിയോടെ വ്യാപാര സ്ഥാപനങ്ങളിൽ വിവിധ മേഖലകളിൽ തുറന്നു. ഓട്ടോ, ടാക്സി വാഹനങ്ങൾ, സ്വകാര്യ വാഹനങ്ങൾ എന്നിവ നിരത്തിലേക്ക് ഇറങ്ങിയതോടുകൂടി ടൗണുകൾ സജീവമായി. സ്വകാര്യ ബസ്സുകൾ ഭാഗികമായി സർവീസ് നടത്തിയത് ജനങ്ങളെ വലച്ചു. പ്രധാന ടൗണുകളായ നെടുങ്കണ്ടം, രാജാക്കാട്, രാജകുമാരി, തൂക്കുപാലം, ഉടുമ്പൻചോല തുടങ്ങിയ സ്ഥലങ്ങളിലെ വ്യാപാര സ്ഥാപനങ്ങളെല്ലാം തന്നെ തുറന്നു പ്രവർത്തിച്ചു. ഹർത്താൽ കട്ടപ്പന മേഖലയിലും ഭാഗികമായിരുന്നു. വ്യാപാര സ്ഥാപനങ്ങളിൽ ഭൂരിഭാഗവും അടഞ്ഞുകിടന്നു. ഏതാനും ചില വ്യാപാര സ്ഥാപനങ്ങൾ തുറന്നത് ഹർത്താൽ അനുകൂലികൾ എത്തി അടപ്പിച്ചു. KSRTC ബസ്സുകളും ദീർഘദൂര സ്വകാര്യ സർവീസുകളും സർവീസ് നടത്തി. ഓട്ടോ സർവീസുകളും സ്വകാര്യ വാഹനങ്ങളും നിരത്തിലിറങ്ങി. ഹർത്താൽ അനുകൂലികൾ കട്ടപ്പനയിൽ പ്രകടനം നടത്തി. സർക്കാർ സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തന്നെ പ്രവർത്തനക്ഷമമായിരുന്നു. എല്ലാ മേഖലകളിലും ഭാഗികമായി മാത്രമാണ് ഹർത്താൽ പ്രതിഫലിച്ചത്. SC/ST വിഭാഗങ്ങളിലെ സാമ്പത്തികമായി മുന്നാക്കം നിൽക്കുന്നവരെ വേർതിരിച്ച് സംവരണാനുകൂല്യത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന സുപ്രീംകോടതി വിധിക്കെതിരെ ഭീം ആർമിയും വിവിധ ദളിത് ബഹുജൻ പ്രസ്ഥാനങ്ങളുമാണ് ഭാരത് ബന്ദിന് ആഹ്വാനം ചെയ്തത്. ഇതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ ഹർത്താൽ ആചരിക്കുവാൻ വിവിധ ആദിവാസി ദളിത് സംഘടനകളും തീരുമാനിച്ചത്. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.